കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായൊക്കെ ബന്ധപ്പെട്ട് ഏറെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ക്ഷേത്രമാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ ഉത്സവം ആരംഭിക്കുന്ന ഇവിടുന്ന് വാള് പോയതിന് ശേഷമാണ്. അപ്പോൾ ഇവിടുത്തെ പൂജാരി ധ്യാനത്തിലിരുന്ന് വാളുമായി ഓടി നടന്നിട്ടാണ് ധാരാളം ദൂരത്തെത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത തോന്നുന്നത് നിവേദ്യം ചക്കയാണ്. കാരണം ഒരു കാലത്ത് വയനാട്ടിലെ ദാരിദ്ര്യം ഒഴിവാക്കിയ ചക്കയാണ്. അതിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് ഇവിടെ ഇന്ന് ചക്ക നിവേദ്യം. പലയിടത്ത് പലത്തിന് നിവേദ്യമാണെങ്കിലും ഇവിടെ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ചക്കയ്ക്ക് വലിയ പ്രാധാന്യം വധിക്കുക. അപ്പോൾ ഇന്ന് വാൾ അവിടെ ചെന്നതോടുകൂടിയാണ് കൊട്ടിയൂർ ഉത്സവം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിന് ശേഷമാണ് ഇപ്പോൾ നടയടച്ചിരിക്കുകയാണ്. ഇനി ഉത്സവം കഴിഞ്ഞ ശേഷമേ നട തുറക്കും. മുള്ളുകൊണ്ട് മൂടുക എന്നുള്ള ആ പഴയ പാരമ്പര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മുള്ളുണ്ടല്ലോ പഴത്തെ കൂമുള്ളും മറ്റൊക്കെ അതുകൊണ്ട് മൂടുക എന്നുള്ളതാണ്. ആ മൂടിയ ശേഷം സാധാരണഗതിയിൽ പൂജ ഉണ്ടാവില്ല. കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ പൂജ ആരംഭിക്കുള്ളൂ. ഒരു ദേശത്തിൻ്റെ ഒന്നാകെ കൂട്ടായ്മയുടെ ഒരു അതെ അതെ മുതിരേരി ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കിവിടെ അന്നദാനമോ മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ള വീടുകളിൽ കൂടിയായിരുന്നു ഞങ്ങൾ അന്നദാനം. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആ അടുത്തുള്ള വീടുകളിൽ കൂടിയാണ് അന്ന് ഇവിടെയുള്ള ആൾക്കാർ അന്നദാനം കൊടുത്തിരുന്നത്. വരുന്ന ആൾക്കാർക്ക് എല്ലാവരും തന്നെ ഇവിടെയുള്ള വീടുകളിൽ കൂടെ അന്നദാനം കൊടുക്കും. പക്ഷേ ഈ ഒരു 15 വർഷത്തിന് ഇപ്പുറത്തേക്കാണ് ഞങ്ങളിവിടെ അന്നദാനം ആരംഭിച്ചത്. അന്നദാനം ആരംഭിച്ച് ഒരു വർഷം ലളിതമായിട്ട് തുടങ്ങിയെങ്കിൽ കൂടി അത് എല്ലാവരുടെയും നിർദ്ദേശം വളരെ ഇതായിരുന്നു. എന്താ വെച്ചാൽ രാവിലെ അന്ന് വാഹന സൗകര്യം നമുക്ക് ഇങ്ങോട്ടില്ല. മാനന്തവാടിയിൽ നിന്ന് 8 കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്കിവിടെ എത്തിച്ചേരാൻ. അപ്പോഴത്തേക്കും തന്നെ ആൾക്കാർ വളരെ അവസ്ഥയായിട്ടുണ്ടാവും. അപ്പോൾ ഈ അന്നദാനം ഈ ഒരു കാര്യം നമ്മൾ മുന്നിലേക്ക് വെച്ചപ്പോൾ തന്നെ ഒരുപാട് പ്രോത്സാഹനം നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ നമുക്കിവിടെ 7 ദിവസം, ഈ പ്രാവശ്യം 8 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. ഈ 8 ദിവസവും 3 നേരവും രാവിലെ മുതൽ രാത്രി വരെയുള്ള മുഴുവൻ അന്നദാനവും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തർ പൂർണ്ണമായിട്ടും സ്പോൺസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ദക്ഷൻ നടത്തിയ യാഗത്തിൽ പാർവതി ദേവി ശിവൻ്റെ എല്ലാ ദേവതകളെയും പരിവാരങ്ങളെയും ക്ഷണിച്ചെങ്കിലും ശിവനെ മാത്രം ആ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല. അപ്പം ശിവൻ്റെ പതിയായ സതീദേവിക്ക് ദക്ഷൻ നടത്തിയ യാഗത്തിൽ, തൻ്റെ അച്ഛൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കണമെന്നും ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെ അയക്കണമെന്ന് ശിവനോട് അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന മാനിച്ച് ശിവൻ അങ്ങോട്ടേക്ക് ദക്ഷയാഗ ഭൂമിയിലേക്ക് പാർവതി ദേവിയെ പറഞ്ഞു വിടുകയാണ്. അതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ പാർവതി ദേവി പോകുമ്പോൾ തന്നെ കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട് നീണ്ടു നോക്കി, മണത്തന, അങ്ങനെയുള്ള കുറേ, അതൊക്കെ ദേവി വരുന്ന വഴിക്ക് ഇരുന്നതും അങ്ങനെയുള്ള കുറേ ഐതിഹ്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ആ ദക്ഷയാഗ ഭൂമിയിൽ സതീദേവിക്ക് അപമാനം ഉണ്ടാവുകയും ക്ഷണിക്കാത്ത ഈ പരിപാടിയിലേക്ക് തൻ്റെ മകൾ വന്നപ്പോൾ വളരെ ക്രൂരമായിട്ട് മകളെയും ചുടലഭസ്മധാരിയായ ശിവഭഗവാനെയും അപമാനിക്കുന്ന തരത്തിലുള്ള സംഭാഷണമുണ്ടായപ്പോൾ ആ അപമാനത്തിൽ മനംനൊന്ത് പാർവതി ദേവി യാഗാഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്തു എന്നുമാണ് ഐതിഹ്യം. അപ്പോൾ അതിൽ അപമാനിതമായ ശിവഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളുമായി ആ യാഗഭൂമിയിലെത്തുകയും ദക്ഷൻ്റെ ശിരസ്സറുത്ത് ആ വാള് ചുഴറ്റി എറിഞ്ഞത് ആണ് മുതിരേരിയിൽ വന്ന് വീണതെന്നും അത് കാലങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ആദിവാസികൾ നിലമുഴുകുമ്പോൾ ആ വാള് കലപ്പയിൽ തടയുകയും ആ വാളിൽ നിന്നും രക്തത്തിൻ്റെ അംശം കണ്ടുവെന്നുമാണ് പറയുന്നത്. അപ്പോൾ അത് ഈ പ്രദേശത്തിൻ്റെ നാടുവാഴിയായ കോഴിയോട്ട് മൂപ്പിൽ നമ്പ്യാർ, അന്നത്തെ ഈ പ്രദേശത്തിൻ്റെ നാടുവാഴിയാണ്, അവരെ അറിയിക്കുകയും ആ ദേവപ്രശ്നവും മറ്റു കാര്യങ്ങളും വെച്ച് ചിന്തിച്ചപ്പോൾ ഇത് വീരഭദ്ര ഭഗവാന്റെ ചൈതന്യമുള്ള വാളാണെന്നും അതിന് യഥോചിത ഒരു സ്ഥാനം നൽകി പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തണമെന്നും പ്രശ്നവശാൽ കാണുകയും അങ്ങനെയാണ് ഇവിടെ ഈ വാളിൻ്റെ ഐതിഹ്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ദക്ഷയാഗം നടക്കുമ്പോൾ ഈ ശിരസറുത്ത വാളിന് ശിവൻ ദേവഗണങ്ങളുടെയും പരിവാരങ്ങളുടെയും എല്ലാം അഭ്യർത്ഥന മാനിച്ച് വീണ്ടും ദക്ഷനെ ഈ യാഗം പൂർത്തീകരിക്കാൻ വേണ്ടി വീണ്ടും ജീവൻ നൽകി. ആടിൻ്റെ ശിരസ് വെച്ചുകൊണ്ട് വീണ്ടും ജീവൻ നൽകുകയും ആ യാഗം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ യാഗഭൂമിയിലേക്ക് ഈ ഭഗവാന്റെ ചൈതന്യം എത്തിക്കുന്ന ഒരു ചൈതന്യം, അതായിട്ടാണ് ഈ വാൾ ഇവിടുന്ന് വീണ്ടും എഴുന്നള്ളിക്കുന്നത്.